ആൻഡ് വിമാനം 11:30 എത്തുമെന്നാണ് പറയുന്നത്. അതിലെ കൃത്യമായ ഒരു സമയം എന്താണ്? ഈ വിമാനത്താവളത്തിൽ നിന്നുള്ള അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ചാണ്. എങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കുള്ളിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങളും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ, ആദ്യഘട്ടത്തിലൊന്നും വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആശ്വാസകരമായിട്ടുള്ള ഈ വാർത്ത അറിഞ്ഞിട്ട് പല ആളുകളും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം ഈ സന്ദർശന വിസയിലൊക്കെ അവിടെ പോയി കുടുങ്ങിക്കിടക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ എയർപോർട്ടിലൊക്കെ പോയി കുടുങ്ങിക്കിടക്കുന്നു. പിന്നീട് എയർപോർട്ടിലുണ്ടായിരുന്ന അധികൃതരുടെയൊക്കെ സഹായത്തോടു കൂടി പല ഹോട്ടലുകളിലേക്കൊക്കെ മാറി താമസിക്കേണ്ടി വരുന്നു. എന്ത് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഉറപ്പോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാതെ പല ആളുകളും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാനഡയിൽ നിന്നൊക്കെ അബുദാബിയിലെത്തി ഫ്ലൈറ്റ് കയറുന്ന സമയമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന ആളുകളുമുണ്ട്. അത് അവരുടെയൊക്കെ ഫാമിലിയാണ്, ബന്ധുക്കളുടെ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, അവിടെ സന്ദർശന വിസയിൽ പോയതായിരുന്നു? വരുവാണ്. അവിടെ മറ്റേ 2 ദിവസം സ്റ്റക്കായി പോയി വരും. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, കാനഡയിൽ വർക്ക് ചെയ്തു. അബുദാബിയിൽ എത്തുന്ന സമയത്താണ് അങ്ങനെ തന്നെയാണ്. അബുദാബിയിൽ എത്തിയ സമയത്താണ് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. ചേട്ടാ, അബുദാബിയിൽ നിന്ന് വരുന്ന ആളുകളെ കാത്തിരിക്കുന്ന? ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ സന്തോഷകരമായിട്ട് നിൽക്കുന്ന ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അബുദാബിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ കാത്തു നിൽക്കുന്നവരാണോ? പലതരത്തിലുമുള്ള ആളുകളുണ്ട്, പലയിടങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും പലയിടങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഫ്ലൈറ്റുകളും ക്യാൻസൽഡ് എന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ആദ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, നാളത്തെ ഫ്ലൈറ്റിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലൈറ്റുകളും, നാളെ കാണിച്ചിരിക്കുന്ന മുഴുവൻ ഫ്ലൈറ്റുകളും ക്യാൻസൽ എന്നാണ് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ കറാച്ചിയിൽ നിന്ന് കുടുങ്ങിയിരിക്കുന്ന മലയാളികൾ അവർ നാളെ രാവിലെയോട് കൂടി 5:20 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതും ഇതുവരെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അധികൃതരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ ചെറിയ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പല 2:30-3 മണി സമയത്തോടു കൂടി അബുദാബിയിൽ നിന്ന് കയറേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഈ എത്തിഹാദ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതും ഡിലേ ആകുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കുള്ളിൽ അരമണിക്കൂർ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം അനുസരിച്ചാണെങ്കിൽ സാധാരണ ഇവിടെയുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ അതിവേഗത്തിൽ തന്നെ നടപടികളെല്ലാം പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ആളുകളെ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് കുറച്ച് നിലവിൽ ഇവരോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ കുടുങ്ങിപ്പോകുന്നു. എന്ന് സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ഒരു വേദനയോട് കൂടിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തോടു കൂടിയും ഒക്കെ നിന്നിരുന്ന ആളുകളാണ്. അവർക്ക് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ അവർക്ക് അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. എങ്കിൽ പോലും എന്തായിരിക്കും ഇനി പുറത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് എന്ന് എത്താൻ കഴിയുമെന്നുള്ള ഒരു സംശയമുനയിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. കൃത്യം ഇവിടെ ആളുകളോടൊക്കെ പറയുമ്പോഴാണെങ്കിൽ ചില ബന്ധുക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുന്നു. ആ ബന്ധുക്കളൊക്കെ പറയുമ്പോഴാണെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടുത്തെ ആളുകൾ തന്നെയാണെങ്കിൽ പോലും എയർപോർട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള അവരോട് നല്ല രീതിയിൽ സഹകരണം ഉണ്ടാക്കുന്നു. അവർ തന്നെ കൃത്യമായിട്ടൊരു റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഫ്ലൈറ്റ് കയറുന്ന ആ സമയമാകുമ്പോഴാണ് പല ഫ്ലൈറ്റുകളും പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വിവരം അറിയുന്നത്. അതുകൊണ്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. പല ആളുകളെ സ്വീകരിക്കുക, പലയിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ആളുകളും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. നമ്മൾ ഒരു 8:30 സമയത്തോടു കൂടിയാണ് ആദ്യം നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്തൊക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും പലയിടങ്ങളിൽ നിന്നുള്ള ബന്ധുക്കളൊക്കെ അവരുടെ ഉറ്റവരെ കാണുന്നതിന് വേണ്ടിയിട്ടും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പൂവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. സാൻ മരിയ സണ്ണിയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേർന്നത്. അബുദാബിയിൽ നിന്നും വന്ന വിമാനം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം യാത്രക്കാർക്ക് പുറത്തേക്ക് എത്താൻ കഴിയും. നമ്മൾ അവിടെ പുറത്ത് കണ്ടതാണ്. ബന്ധുക്കളെല്ലാം അവരെ കാത്തിരിക്കുകയാണ്. അവരുടെയൊക്കെ മുഖത്ത് ഈ പറയുന്ന പോലെ വലിയ സന്തോഷവും ആശ്വാസവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുന്നു. എന്തായാലും നാളെയുമൊക്കെയായി കൂടുതൽ ആൾക്കാർ, പ്രവാസികളൊക്കെ നാട്ടിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.